നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പായസമാണ്. സേമിയ പായസമാണ്. ഒരു സാധാരണ രീതിയിലല്ല, അല്പം വ്യത്യാസമായ രീതിയിലാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമ്മുടെ പായസത്തിനുള്ള ഇൻഗ്രീഡിയൻസ്: സേമിയ ചെറുതായി ഒടിച്ചു വെച്ചിട്ടുണ്ട്, വറുക്കാത്തതാണ്, അത് 400 ഗ്രാം. പശുവിൻ പാല് 3 ലിറ്റർ. പഞ്ചസാര മധുരം ആവശ്യത്തിന്. തേങ്ങാപ്പാൽ, ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തതാണ്. ഏലക്ക, കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചെടുത്തത്, ഒരു 15 എണ്ണം. കാഷ്യൂ, കിസ്മിസ് ആവശ്യത്തിന്. നെയ്യ്, അതും നമ്മുടെ ആവശ്യത്തിന്. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് നെയ്യ് ഇട്ടിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിനകത്തേക്ക് നമ്മുടെ കാഷ്യൂം കിസ്മിസും ആദ്യം നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ആദ്യം കാഷ്യൂ ഇടുവാണ്. നമുക്കിതിനകത്തേക്ക് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ ആവശ്യം പോലെയാണ്. നമുക്ക് കടിക്കാൻ എന്തോരം ഇഷ്ടമാണോ അതിനനുസരിച്ച് കൂടുതലായിട്ട് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് വേർത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കും. ആയിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്യുവാണ്. വീണ്ടും നമ്മുടെ പായസം ഉണ്ടാക്കാനുള്ള പാത്രം ഞാൻ അടുപ്പിൽ വെച്ചു. നമുക്ക് സേമിയ വറുത്തെടുക്കാൻ ആവശ്യത്തിന് ഗീ ഇട്ട് കൊടുക്കാം. മതിയാവും. ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സേമിയ നമുക്കിത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ല പോലെ എന്ന് പറഞ്ഞാൽ ഒന്ന് നിറം മാറി വരണം, അതുവരെ ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം തീയിൽ വറുത്താൽ മതിയാവും. ഇതൊരുവിധം നിറം മാറി വന്നിട്ടുണ്ട്, കണ്ടോ? ചെറുതായിട്ടൊന്ന് നിറം മാറി ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് വറുത്ത സേമിയ ആണെങ്കിലും നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്, നെയ്യിൽ വഴറ്റിയെടുക്കുന്നത് നല്ലതാണ്. നമുക്കിതിന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ തേങ്ങാപ്പാലിട്ട് കൊടുക്കുവാണ്, മുഴുവൻ പാലും. സാധാരണയായിട്ട് നമ്മൾ പശുവിൻ പാലിൽ മാത്രമായിട്ടാണ് ഈ സേമിയ ഉണ്ടാക്കുന്നത്. അപ്പം ചിലപ്പോൾ അതൊരു ഗീറിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് മാറിപ്പോവും. കാരണം സേമിയ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ ആ പാലിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. വെള്ളം ആഡ് ചെയ്താൽ ഒരു വെള്ളം ചൊവയും വരും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആദ്യം ഞാൻ ഈ തേങ്ങാപ്പാലിൽ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത്. 2 പാലും കൂടി മിക്സ് ചെയ്ത് വരുമ്പം നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ പാലൊന്ന് തിളപ്പിക്കുന്നുണ്ട്. തിളപ്പിച്ച് അത് ചെറിയ തീയിലങ്ങ് വെച്ചിരിക്കുവാണ്. കാരണം അത് ചെറുതായിട്ടൊന്ന് വറ്റുമ്പം നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ചെറിയ തീയിൽ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ സൈഡിൽ ഇത് വേകാനായിട്ട് വെച്ചിരിക്കുവാണ്. നമ്മുടെ പായസം ഏതാണ്ട് വെന്ത് സേമിയൊക്കെ കണ്ടോ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മളുടെ ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യത്തിനാണ് ഇടേണ്ടത്. കുറച്ചിട്ടിട്ട് നോക്കാം. സേമിയ നന്നായി വെന്തിട്ട് വേണം നമുക്ക് പഞ്ചസാര ഇടാൻ, അല്ലെങ്കിൽ പിന്നെ വേഗത്തില്ല. ഇവിടെ പാലൊഴിച്ചത് നമുക്ക് നല്ലൊരു ഫ്ലേവറാണ്. ഇത് ആരും അങ്ങനെ അധികം ചെയ്യാത്തൊരു ഇതാണ്. നമ്മൾ സാധാരണ സേമിയ ഉണ്ടാക്കുമ്പം പശുവിൻ പാലിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു മടുപ്പൊന്നും ഇല്ല.
അത് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പം. നമുക്കറിയാലോ പശുവും പാൽ ഒഴിക്കേണ്ടതുള്ളതുകൊണ്ട് അതിനനുസരിച്ച് വേണം നമ്മളുടെ ഈ പഞ്ചസാര ക്രമീകരിക്കാനായിട്ട്. വെറുതെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്ക് പതുക്കെ പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാം വെന്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പുറത്ത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണിത്. തിളച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്നായി കിട്ടും. നോക്കുക, ഞാനിപ്പോൾ ഒരു 2 ലിറ്ററോളം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്കതിൻ്റെ ആ ഒരു ടെക്സ്ചർ നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ പായസം ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്ചറൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഏകദേശം ഒരു 2.5 ലിറ്റർ പശുവും പാൽ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര ഒരു 3/4 കിലോ പഞ്ചസാര അടുത്ത് ഇടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്ലേവറിനുള്ള നമ്മുടെ ഈ ഇതുണ്ടല്ലോ, പൊടിച്ചു വെച്ചത് പഞ്ചസാരയിട്ട്, ഇതിങ്ങനെ തന്നെ ഇട്ടാൽ ചിലപ്പോൾ ഇതിൽ കട്ട കെട്ടിപ്പോവും. നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ സൈഡിൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാൽ ഒരല്പം ഒഴിച്ച് കലക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പാലിൽ കലക്കി വെച്ചിരിക്കുന്ന ഏലക്കയും പഞ്ചസാരയും കൂടെ, ഇത് വേണമെങ്കിൽ നമുക്ക് അരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് കിടക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ലൊരു യമ്മി ടേസ്റ്റാണ്. കാരണം ആ പശുവും പാലും തേങ്ങാപ്പാലും കൂടി മിക്സ് ആവുന്നതുകൊണ്ട് നമുക്കൊരു മടുപ്പോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചിലർക്ക് ഒരു നുള്ള് ഉപ്പ് ഞാനിട്ട് കൊടുക്കാറുണ്ട്. ഒരു പൊടിക്കൊരു ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചില നാടുകളിൽ അത് ഇടാറില്ല. എന്നാലും അതിന് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്താൽ ഒരല്പം മടുപ്പ് കുറവുണ്ടെന്ന്. അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഒരു നുള്ളുപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ തീ ഓഫ് ചെയ്യാം. ഞാൻ വളരെ തുള്ളി ഒരു ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ വറുക്ക എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വ്യത്യാസമുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ്. തേങ്ങാപ്പാൽ പിഴിയുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് റെഡിമെയ്ഡ് പാൽ കോക്കനട്ട് പൗഡർ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു പായസമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.